everyone, welcome to Disha Academy. നമ്മുടെ RRB NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം എന്തായാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടും. അപ്പൊ ഈ 6 മാസം കൊണ്ട് എങ്ങനെ ഈ NTPC എക്സാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, അതായത് 180 ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഈ 180 ദിവസം കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഓരോ ദിവസം എങ്ങനെയാണ് ആ ഒരു മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യേണ്ടത്, ഒരു ദിവസം ഒരു സബ്ജക്ട് വെച്ച് പഠിക്കണോ, ഒരു ദിവസം 2 സബ്ജക്ട് വെച്ച് പഠിക്കണോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. എന്തായാലും ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചേഞ്ചുകൾ വരുത്താം. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് ഓക്കെ, സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ SSC NTP RRB ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം ബ്രാഞ്ചിലും കൊട്ടാരക്കര ബ്രാഞ്ചിലും കാലിക്കറ്റ് കൊല്ലം എല്ലാം നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിലേതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ്സുകൾ വേണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളവർ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ RRB NTPC എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ, ഏതൊക്കെ സബ്ജക്ട്സാ പഠിക്കേണ്ടതെന്ന് അറിയാലോ. ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആദ്യം വേണ്ടത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്, അതിന്റെയൊക്കെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. അതായത് മാത്സിന് 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്കാണ് മാത്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ്. അതുപോലെ ജനറൽ അവയർനെസ് എന്ന് 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 40 മാർക്സ്. ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, സബ്ജക്ട് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 30 മാർക്ക് നിങ്ങൾക്ക് മാത്സ് എന്ന് കിട്ടും, റീസണിങ്ങിന് 30 മാർക്ക് കിട്ടും. ജനറൽ അവയർനെസ് നിങ്ങൾക്ക് അറിയാലോ, റെയിൽവേയുടെ എക്സാമുകളിൽ ജനറൽ അവയർനെസ്സിനകത്ത് ജനറൽ സ്റ്റഡീസ്, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജനറൽ സയൻസ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, പഠിക്കാൻ നേരത്തെ ടോപ്പിക് വൈസ് ഡിവിഷൻസ് ഒക്കെ നടത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ NTPCയുടെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ടായിരിക്കണം. മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ചോദിക്കും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് ഏതൊക്കെ ടോപ്പിക്സ് ചോദിക്കും, ജനറൽ അവയർനെസ് ഏതൊക്കെ ടോപ്പിക്സ് ചോദിക്കും, അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഞാനൊരു 7 ഡേയ്സിൽ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ 7 ദിവസം ആദ്യം അറേഞ്ച് ചെയ്യാം. എന്നിട്ട് അതേ മോഡലിൽ ഞാനിപ്പോ ആദ്യത്തെ 7 ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 7 ഡേയ്സോടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതേ മോഡലിൽ സിലബസ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ അങ്ങനെ, അതായത് 180 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് 7 ഡേയ്സ് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് 7 ഡേയ്സ് ഓക്കെ. ഫസ്റ്റ് 7 ഡേയ്സ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് 7 ഡേയ്സിൽ ഒന്നാമത്തെ ദിവസം ഞാൻ മാത്സിലെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തേക്കുന്നത്. അപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ടോപ്പിക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്പർ സിസ്റ്റത്തിന് ഞാൻ 5 ദിവസമാണ് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. എന്താ റീസൺ എന്നറിയാമോ? മാർക്ക് വെയിറ്റേജ് കൂടുതലാണ്. ഇത് 5 ദിവസം കളഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ പ്രയോജനം ഉണ്ടാവും. 5 ദിവസം ഈ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോഴും ഡേയ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴും മാർക്ക് വെയിറ്റേജ് നോക്കണം. മാത്സിന്റെ മാർക്ക് വെയിറ്റേജ് ഞാൻ പല സെക്ഷനിലും ചെയ്തിട്ടുണ്ട്. ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെ, ഒരു DI പോലെ ഞാൻ ചാർട്ട് ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഏതിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നത്, ഏതിൽ നിന്നാണ് കുറവ് ചോദിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്സ് വെയിറ്റേജ് അറിയണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാപ്റ്റർ ആണ് നമ്പർ സിസ്റ്റം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റെയിൽവേക്ക് NTPCക്ക് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്പർ സിസ്റ്റത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ 5 ദിവസം നിങ്ങൾ നമ്പർ സിസ്റ്റത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് റീസണിങ്ങിന്റെ അനലോഗി ഞാൻ 6 ദിവസം ഇട്ടിട്ടുണ്ട്. അനലോഗി നമുക്ക് 6 ദിവസം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കുറേശ്ശെ അനലോഗിയും കൂടെ ആ ദിവസം പാരലായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പൊ 6 ദിവസം അതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേയിൽ ഇട്ടേക്കുന്നതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ഇന്റലിജൻസും ജനറൽ അവയർനെസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേയ്സിന്റെ എണ്ണം ഒന്ന് കൂട്ടിയാൽ മതി. മനസ്സിലായോ?
അപ്പൊ നമ്പർ സിസ്റ്റം 5 ദിവസം ഉണ്ട്, അനലോഗി 6 ദിവസം ഇട്ടിട്ടുണ്ട്. അതുപോലെ 7ാമത്തെ ദിവസം റെസ്റ്റ് ഡേ ആണ്. അതായത് റെസ്റ്റ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു റിവിഷൻ വേണമെങ്കിൽ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അവസാനം ഈ സൺഡേ ഉണ്ടല്ലോ അല്ലെങ്കിൽ 7th ഡേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഓക്കെ. അതുപോലെ ജനറൽ അവയർനെസിന്റെ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ 2 ദിവസം ഇട്ടുണ്ട്. വളരെ കുറച്ച് പോർഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്. അത് നമുക്ക് 2 ദിവസമായിട്ട് പഠിക്കാം. അതിന്റെ PYQs ബേസ്ഡ് പഠിച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട, നമുക്ക് ഇതിൽ നിന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി പഠിച്ചാൽ മതി. അതുപോലെ നോർത്ത് ഈസ്റ്റ് റീജിയനെ പറ്റി അടുത്ത 2 ദിവസം സ്പെൻഡ് ചെയ്യാം അല്ലെ. അടുത്ത 2 ദിവസം നോർത്ത് ഈസ്റ്റ് റീജിയൻ സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇന്ത്യൻ യൂണിയൻ ആൻഡ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് എടുക്കാം. ഏൻഷ്യന്റ് ഇന്ത്യ, ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അത് പഠിക്കാം. അങ്ങനെ നമ്മുടെ 6 ദിവസത്തെ നമുക്ക് കുറച്ച് ടൈം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും കുറച്ച് ടൈം ജനറൽ ഇന്റലിജൻസും കുറച്ച് ടൈം ജനറൽ അവയർനെസ്സിനുമായിട്ട് സ്പെൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 7 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. മിനിമം ആണ് പറഞ്ഞത്. 8 to 10 hours പഠിക്കുന്ന കുട്ടികളുണ്ട്, 8 to 10 hours ഒരു ദിവസം പഠിക്കുന്ന കുട്ടികളുണ്ട്. മിനിമം ഒരു 7 hours എങ്കിലും പഠിക്കാൻ നോക്കണം. ഒരു മോർണിംഗ് ഒരു 3 hours ക്വാണ്ടിറ്റേറ്റീവ്. രാവിലെ 4 മണിക്ക് എണീറ്റിട്ടെ, രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഒരു 7 മണി വരെ പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 3 മണിക്കൂർ. എന്നിട്ട് ഒരു 10 to 1 അനലോഗി പഠിക്കാം. പിന്നെ ഒരു വൈകിട്ട് ഒരു 4 മണിക്ക് ഇരുന്നിട്ട് 4 മണി തൊട്ട് ഒരു 7 മണി വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജനറൽ അവയർനെസ് പഠിക്കാം. അപ്പൊ തന്നെ എത്ര മണിക്കൂറായി അല്ലെ? 9 മണിക്കൂറായി. ഇത്രയും വേണമെന്നില്ല, മിനിമം ഒരു 7 hours എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. മാത്രമല്ല പിന്നീട് എക്സാം അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ആ 7 എന്നുള്ളത് 10 hours പ്ലസ് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ, 8 hours പ്ലസ് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്തായാലും ഒരു രാവിലെ ഒരു 5 മണിക്ക് എണ്ണീറ്റാലും 5 to 8 മണി ഒരു 3 മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് ഒരു 10 മണിക്ക് ഇരുന്നിട്ട് 1 മണി വരെ ഒരു 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ 6 മണിക്കൂറായി. ഇനി ഒരു 3 മണിക്കൂർ നമുക്ക് ഇവിടെയും കണ്ടെത്താം അല്ലെ. 4 to 7 3 മണിക്കൂർ. വേണമെങ്കിൽ രാത്രി 9 to 10 ഒന്ന് റിവൈസ് ചെയ്യാം. പഠിച്ച എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ, പഠിച്ചതൊക്കെ ഓക്കെ ആണോ, വേണമെങ്കിൽ ഒരു റിവിഷൻ സെറ്റ് ചെയ്യാം. അങ്ങനെ 10 മണിക്കൂർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് ടൈം കണ്ടെത്താൻ പറ്റും. ഇടയ്ക്ക് ഒരുപാട് ബ്രേക്ക് ടൈം ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത്, അതായത് ഇതേന്ന് പറഞ്ഞത് പഠിച്ചെങ്കിൽ മാത്രമേ, അതായത് ഇതേന്ന് വിചാരിച്ച ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പാരലായിട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഷെഡ്യൂള് ഫോളോ ചെയ്യാൻ പാടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ 3 സബ്ജക്ട്സും കൂടെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദിവസം 2 സബ്ജക്ട്സ് വെച്ച് പഠിക്കാം. QAയും ജനറൽ അവയർനെസ്സും സെലക്ട് ചെയ്യാം. എന്നിട്ട് ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങും പിന്നെ ജനറൽ അവയർനെസ്സും കൂടെ സെലക്ട് ചെയ്യാം. അടുത്ത QAയും റീസണിങ്. ഈ ഓർഡർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ദിവസം ചെയ്താലും മതി. QAയും ജനറൽ അവയർനെസ്സും റീസണിങ് ജനറൽ അവയർനെസ്സും അങ്ങനെ ആയാലും മതി. പിന്നെ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ദിവസവും കൊണ്ട് ഓരോ ടോപ്പിക് വൈസ് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം GKയുടെ ടോപ്പിക്സുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം, കെമിസ്ട്രി എന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബയോളജി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതുപോലെ അനലോഗിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം വേറെ ടോപ്പിക്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ നമ്പർ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. മാത്സിന്റെ കേസിൽ ആ ഒരു പ്രോപ്പർ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഒരു 7 ഡേയ്സിൽ LCM ആൻഡ് HCF എന്ന് ഒരു 4 ദിവസം LCM ആൻഡ് HCF പഠിക്കാൻ എടുക്കുന്നു. പിന്നെ ആൽഫബറ്റ് സീരീസിന്റെ 5 ദിവസം കൊടുക്കുന്നു. പിന്നെ വേദിക് പീരീഡ് 1 ഒരു ദിവസം, വേദിക് പീരീഡ് 2 ദിവസം, മഹാജനപദ, ബുദ്ധിസം, ജൈനിസം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബുദ്ധിസവും ജൈനിസം ഒക്കെ. ഒരു ദിവസം ബുദ്ധിസം പഠിക്കണം, ഒരു ദിവസം ജൈനിസം പഠിക്കണം. ഈ ടൈമിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ വെക്കാം. മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്പർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് സെക്ഷൻ വെക്കാം, അല്ലെങ്കിൽ LCM HCF പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് സെക്ഷൻ വെക്കാം. പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ ഫുള്ള് റെസ്റ്റ് എടുക്കാം, ഒന്ന് റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു മോഡലിനകത്ത് ഇനി നമുക്ക് അടുത്ത സിംപ്ലിഫിക്കേഷൻ ആഡ് ചെയ്യാം. മാത്സിനകത്ത് നമ്മുടെ സിലബസ് നോക്കാം. ഇനി സിംപ്ലിഫിക്കേഷൻ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് ആഡ് ചെയ്യാം. അപ്പൊ ഓരോന്നിനും എത്ര ടൈം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒരു 5 ദിവസം കൊടുക്കണം. പാരലായിട്ട് റീസണിങ്ങും ജനറൽ അവയർനെസ്സും പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 5 ദിവസം, ഫുൾ ഒരു 5 days വേണ്ട. മനസ്സിലായോ? അതുപോലെ തന്നെ പെർസെൻറ്റേജിനും കൊടുക്കാം. ഒരു 4 ദിവസം നമുക്ക് പെർസെൻറ്റേജിനും കൊടുക്കാം. 4 ദിവസം പെർസെൻറ്റേജിനും കൊടുക്കാം.
അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക് ഒരു 3 ദിവസം പഠിച്ചാൽ മതിയാവും. കാരണം ചോദ്യം കുറവാണ് കേട്ടോ. ടൈം ആൻഡ് വർക്കിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തതിന് ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ആവറേജിനകത്തുനിന്ന് ഒരു 4 ദിവസം ആവറേജ് പഠിക്കാനായിട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സഡ് ആയിട്ട് കൊടുക്കുകയാണെ. ഒരു ദിവസം ഫുൾ ആയിട്ടല്ല, അതിന്റെ ഇടയ്ക്ക് കുറച്ച് റീസണിങ്ങും കുറച്ച് ജനറൽ അവയർനെസ് ഒക്കെ ആഡ് ചെയ്ത്. പിന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റം ഒരു 2 ദിവസം പഠിച്ചാൽ മതി. ടൈം ആൻഡ് വർക്ക് 3 ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 2 ദിവസം മതിയാവും. കാരണം ഒരു ക്വസ്റ്റൻ ആണ് ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. പൈപ്സ് ആൻഡ് സിസ്റ്റം ഒരു ക്വസ്റ്റൻ ആയിരിക്കും, ടൈം ആൻഡ് വർക്ക് എന്നൊരു ക്വസ്റ്റൻ ആയിരിക്കും. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അലിഗേഷൻ എന്നൊന്നോ 2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറച്ച് ഡേയ്സ് അതിനു വേണ്ടി സെലക്ട് ചെയ്യാം. അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും പാരലായിട്ട്. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ പാരലായിട്ട് ഇടുമ്പോൾ ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. കുറച്ച് ദിവസം ഈ ഒരു സെക്ഷൻ കാണില്ല, കുറച്ച് ദിവസം റീസണിങ്ങിന്റെ ഒരു സെക്ഷൻ ക്യാൻസൽ ചെയ്യാം, കുറച്ച് ദിവസം ജനറൽ അവയർനെസിന്റെ സെക്ഷൻ ക്യാൻസൽ ചെയ്യാം. ടഫ്, നിങ്ങളുടെ ഓരോ ടോപ്പിക്കും എത്രമാത്രം ഈസി ആണോ ടഫ് ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് അത് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ അലിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നല്ല ടഫാണ്, ആ ദിവസം റീസണിങ് ഒഴിവാക്കാം. മനസ്സിലായി? അപ്പൊ കൂടുതൽ ടൈം അലിഗേഷന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം സ്പെൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് ഒരു 5 ദിവസം അതിൽ ട്രെയിനിന്റെ റിലേറ്റഡ് ക്വസ്റ്റൻസ് കൂടെ ആഡ് ചെയ്ത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒരു 5 ദിവസം പഠിക്കാൻ എടുക്കാം. പോർട്ട് ആൻഡ് സ്ട്രീംസിന് ഒരു 2 ദിവസം, പ്രോഫിറ്റ് ആൻഡ് ലോസിന് ഒരു 4 ദിവസം. പിന്നെ അഡ്വാൻസ് മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. അഡ്വാൻസ് മാത്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിക്കുന്നത് മെൻസുറേഷൻ. മെൻസുറേഷൻ ഒരു 10 ദിവസം കൊടുത്താലും ഒരു പ്രശ്നമില്ല. മറ്റ് സബ്ജക്റ്റുകളുടെ കൂടെ പഠിക്കുവാണെങ്കിൽ ഒരു 10 ഡേയ്സ് മെൻസുറേഷൻ കൊടുക്കാം. ജോമെട്രിക്ക് കൊടുക്കാം അതുപോലെ 10 ഡേയ്സ്. കാരണം ഇത് രണ്ട് കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ളതാണ്. പിന്നെ ട്രിഗ്നോമെട്രി നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, ഒരു 5 ഡേയ്സ് മതിയാവും. ട്രിഗ്നോമെട്രി 5 ഡേയ്സിൽ പഠിക്കാം. ഓൾജിബ്ര അത്രയും മതി. ഓൾജിബ്ര ഒരു 5 ഡേയ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇങ്ങനെ വേണം മാത്സിന്റെ കാര്യത്തിൽ അറേഞ്ച്മെന്റ് നടത്താനായിട്ട്. പിന്നെ നമ്മുടെ റീസണിങ് വരുമ്പോഴത്തേക്കും പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഒരു 6 ദിവസം കൊടുക്കാം. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അതിനൊരു 5 ദിവസം കൊടുക്കാം. ബ്ലഡ് റിലേഷൻ ഒരു 4 ഡേയ്സ് പഠിച്ചാൽ മതി, ഒരുപാടില്ല. പിന്നെ സിലോജിസം എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ മാത്സിന്റെ ആ ഡേയ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചധികം പഠിക്കാനുള്ള ടോപ്പിക്കാ സിലോജിസം. അപ്പൊ സിലോജിസം പഠിക്കുന്ന ദിവസം ഒരു 4 ദിവസം സിലോജിസത്തിന് എടുക്കാം. അന്ന് മാത്സ് ഒന്നും പഠിക്കേണ്ട. മനസ്സിലായോ? സിലോജിസം പഠിക്കുന്നതിന് അന്ന് മാത്സ് പഠിക്കേണ്ട. അപ്പം പകരം ജി കെയില് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഫിസിക്സ് പഠിക്കുമ്പോൾ മോഷൻസിന് 3 ദിവസം കൊടുക്കുക, ഫ്ലൂയിഡ് ഫോഴ്സിന് 2 ദിവസം കൊടുക്കുക. പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ വീണ്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കണം. ഇടയ്ക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഇടയ്ക്ക് ഗാന്ധിയൻ എറ, ഇടയ്ക്ക് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് പഠിക്കാം, ഇടയ്ക്ക് ഗെയിംസ് ആൻഡ് സ്പോർട്സ് പഠിക്കാം, ഇടയ്ക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുക. മനസ്സിലായോ? ഇടയ്ക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുക. ബേസിക് കമ്പ്യൂട്ടർ പഠിക്കുക, യൂണിവേഴ്സ് ആൻഡ് സോളാർ സിസ്റ്റം പഠിക്കുക, ഇടയ്ക്ക് ഇൻവെൻഷൻസ് പഠിക്കുക, ഇടയ്ക്ക് ISRO പഠിക്കുക. ISRO എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അറ്റോമിക് ഫിസിക്സ് സെലക്ട് ചെയ്യാം. അങ്ങനെ പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഇടയ്ക്ക് മിക്സ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് സുപ്രീം കോർട്ട് മിക്സ് ചെയ്യാം. സെൽ ഡിവിഷൻ ഒക്കെ പഠിക്കാം. പ്ലാന്റ് ഇഷ്യൂസ് പഠിക്കാം, പഞ്ചായത്ത് രാജ് പഠിക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് GK ഇടാം. കുറച്ച് ദിവസം ഫിസിക്സ് ആണെങ്കിൽ കുറച്ച് ദിവസം കെമിസ്ട്രി, കുറച്ച് ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ, കുറച്ച് ദിവസം ബയോളജി. അങ്ങനെ മിക്സ് ചെയ്ത് വേണം പഠിക്കാൻ. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ സെലക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പം GK അങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 3 സെറ്റ് ആക്കി നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് ആണുള്ളത് സെലക്ട് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പം നിങ്ങളുടെ സിലബസിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയും കൂടുതൽ ഗൈഡൻസ് വേണമെങ്കിൽ നമ്മുടെ കോഴ്സ് പ്ലാനിൽ നമ്മൾ മാത്സിന് എത്ര ക്ലാസ് കൊടുക്കുന്നുണ്ട്, റീസണിങ്ങിന് എത്ര ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മതിയാവും. അതായത് നമ്മുടെ ഒരു ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ ഒരു 1 hour സെക്ഷൻ അല്ലെങ്കിൽ 1.5 hour സെക്ഷൻ മാത്സിന്റെ കാണും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു റീസണിങ്ങിന്റെ സെക്ഷൻ കാണും. അപ്പൊ അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബേസിക് ഐഡിയാസ് ഒക്കെ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം. ഒരിക്കലും ഒരാൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ വേറൊരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാമ്പിൾ ആണ്, ഒരു എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 14 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇതേ മോഡലിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സിലബസ് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിലും അങ്ങനെ 180 ഡേയ്സിൽ ഈ ഒരു രീതിയിൽ ഞാൻ മാത്സ് പറഞ്ഞില്ലേ, ഇത്രയും ഡേയ്സ് മാത്സ് തന്നെ ഇപ്പൊ എത്ര ദിവസം കൊണ്ട് തീരും? മാത്സ് തന്നെ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് പഠിച്ചു തീരും? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലെ. ഒരു കുറേ ഗ്യാപ്പ് ഇടയ്ക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മറക്കരുത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക. കുറേ പോർഷൻസ് കംപ്ലീറ്റ് ആവുന്നതിന് ശേഷം
ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് എഴുതാം. ഇപ്പം മാത്സ് ആണെങ്കിൽ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അതായത് മാത്സ് മൊത്തത്തിൽ. പിന്നെ ടോപ്പിക്സ് വൈസ് കഴിഞ്ഞപ്പോൾ നമ്പർ സിസ്റ്റത്തിന്റെ മോക്ക് ടെസ്റ്റ് എഴുതി, പെർസെന്റേജിന്റെ മോക്ക് ടെസ്റ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് ആ സബ്ജക്റ്റ് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മൊത്തത്തിലുള്ള മോക്ക് ടെസ്റ്റ്, എന്നിട്ട് നമ്മുടെ എക്സാം മോഡലിൽ മോക്ക് ടെസ്റ്റ് എഴുതുക. അതായത് റീസണിങ്ങും മാത്സും ഇംഗ്ലീഷും, സോറി ഇംഗ്ലീഷ് വേണ്ട, റെയിൽവേക്ക് ഇംഗ്ലീഷ് വേണ്ട, SSCയുടെ കാര്യം പെട്ടെന്ന് ഓർമ്മ, മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും കൂടെ ചേർന്ന് 3 സബ്ജക്റ്റേ നമുക്കുള്ളൂ പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ അല്ലെ. ഇംഗ്ലീഷ് ഇല്ലാത്തത് എത്ര നല്ല കാര്യമാണ്. നമുക്ക് ഈ 180 ഡേയ്സ് ഏറ്റവും മാക്സിമം യൂസ് ചെയ്യും 3 സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്താൽ ഈ 180 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ, നിങ്ങൾ 150 ദിവസത്തേക്ക് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണ്ടായോ? 7 ദിവസത്തെ സെറ്റ് ചെയ്ത് പഠിച്ചു പോയാൽ മതി. മനസ്സിലായോ? അങ്ങനെ സെറ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.